നമ്മുടെ ജെറീന മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ഡൗട്ട് ആയിരിക്കും ജർമ്മൻ ഭാഷ ഞാൻ എങ്ങനെ പഠിക്കുക എന്നുള്ളത്. ചെറിയൊരു ഡെമോ, ഇറ്റ് വിൽ നോട്ട് ടേക്ക് മച്ച് ടൈം ആക്ച്വലി. ഒരു വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ ലാംഗ്വേജ് വളരെ ഈസി ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ജെറീന മാം ജോയിൻ ചെയ്യുന്നുണ്ട്. I welcome Jarina ma'am to this webinar. Over to you, ma'am. Thank you. Hello, good evening everyone. അപ്പോൾ നിങ്ങൾ ജർമ്മനെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി മെയിൻ ആയിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജ് എങ്ങനെയാണെന്നുള്ളതാണ്. വളരെ ഈസിയാണ് ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട്. കാരണം നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷ് അറിയാവുന്ന അല്ലെങ്കിൽ മലയാളം അറിയാവുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു ലാംഗ്വേജ് ആണ് ജർമ്മൻ. ഓക്കെ, ഈ ജർമ്മന്റെ നമുക്കിപ്പോ മലയാളം എന്ന് പറയുന്ന പോലെ ജർമ്മൻ ലാംഗ്വേജിനെ ജർമ്മനിൽ പറയുന്ന വേർഡാണ് ഡോയ്ച്ച്. ഡോയ്ച്ച് എന്നാണ് ജർമ്മൻ ലാംഗ്വേജിനെ പറയുന്നത്. അതുമാതിരി തന്നെ ജർമ്മനിയുടെ മെയിൻ നെയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജർമ്മനിയിൽ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് ഡോയ്ച്ച് ലാൻഡ് എന്നാണ്. ഓക്കെ, സോ നമ്മൾ പഠിക്കാൻ പോകുന്ന ലാംഗ്വേജിന്റെ ശരിക്കുള്ള പേര് ഡോയ്ച്ച് എന്നാണ്. ഓക്കെ, എന്താണ് നമുക്ക് ജർമ്മന്റെ മെയിൻ ഗുണം എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന വേർഡ്സ് ആ പ്രൊനൗൺസിയേഷൻ വെച്ച് തന്നെ വായിച്ചാൽ മതി. അല്ലാണ്ട് അത് സൈലന്റ് ആണ് ഇത് സൈലന്റ് ആണ് അങ്ങനത്തെ ഒരു പ്രശ്നവും ജർമ്മൻ ലാംഗ്വേജിൽ ഇല്ല. എഴുതുന്നത് എന്തോ അത് വായിക്കുക, അതാണ് നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിന്റെ മോസ്റ്റ് ഈസി വേ. ഓക്കെ, പിന്നെ നമുക്ക് വരാൻ പോകുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണ്? ആൽഫബറ്റ്സ് ആണ്. നിങ്ങൾക്കൊരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിക്കേണ്ടതായിട്ട് വരത്തില്ല. കാരണം എന്താണോ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പഠിച്ചത് അതേ ആൽഫബറ്റ്സ് തന്നെയാണ് ജർമ്മൻ ആൽഫബറ്റ്സും. പക്ഷെ ചെറിയൊരു പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പ്ലസ് എക്സ്ട്രാ ഒരു 4 ലെറ്റേഴ്സും കൂടി വരുന്നുണ്ട്. ഓക്കെ, പ്രൊനൗൺസിയേഷൻ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് പ്രൊനൗൺസിയേഷൻസ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പല പ്രൊനൗൺസിയേഷൻസും തന്നെയാണ്. അത് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുന്നേ ഉള്ളൂ. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ എ എന്ന് പറയില്ലേ, അതിന് ജർമ്മനിൽ പറയാം എന്താണ്? ജർമ്മനിയിൽ നിന്നല്ല, ഇംഗ്ലീഷിൽ തന്നെയാണെങ്കിലും എക്ക് നമ്മൾ കൊടുക്കുന്ന പ്രൊനൗൺസിയേഷൻ ഏതാണ്? ആ അല്ലേ? അത് തന്നെയാണ് ജർമ്മനിൽ നമ്മൾ വായിക്കുക. അതായത് ആ ദെൻ ബേ, അതാണ് ബീന്റെ പ്രൊനൗൺസിയേഷൻ. സെയിം ഡേ എ, അതാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. നമ്മൾ ഈന്നാണ് ഇംഗ്ലീഷിൽ എഴുതുന്നതിൽ പല സ്ഥലത്തും എ ഉള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ജർമ്മനിൽ നമുക്ക് എ എന്ന പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ എഫ്, ഗേ, ഹ. ഐക്ക് നമ്മൾ വായിക്കുക ഇ എന്നാണ്. ദെൻ ജെക്ക് നമ്മൾ യോട്ട് എന്നുള്ള പ്രൊനൗൺസിയേഷൻ, യോട്ട് എന്നുള്ള പേരും യാ എന്ന പ്രൊനൗൺസിയേഷനും ആണ് വരുന്നത്. ഓക്കെ, ദെൻ ക, എൽ, എം, എൻ, ഒ, പെ, കു, ആർ, എസ്, ടെ. സെയിം പ്രൊനൗൺസിയേഷൻസ് വേർഡ്സ് തന്നെയാണ് വരുന്നത്. ചെറിയൊരു പ്രൊനൗൺസിയേഷൻസ് വ്യത്യാസമേ ഉള്ളൂ. ദെൻ ഉ, പിന്നെ ഒരു പ്രൊനൗൺസിയേഷൻ ഡിഫറെന്റ് ഉള്ളത് വിക്കാണ്. അത് വായിക്കുക ഫൗ എന്നാണ്. വി എന്ന് പറയുന്ന ചില ഇൻസ്റ്റൻസ് ഉണ്ട്, പക്ഷെ മോസ്റ്റ്ലി അവർ ഉപയോഗിക്കുക ഫൗ എന്ന വേർഡാണ്. ദെൻ വിക്ക് നമ്മൾ ഉപയോഗിക്കുക ഡബ്ല്യു ആണ്. അത് നിങ്ങൾക്കും അറിയാം, നമ്മൾ ഡബ്ല്യു എഴുതിയാലും എവിടെയും ഡബ്ല്യു എന്നൊരു പ്രൊനൗൺസിയേഷൻ വരുന്നില്ല. വാട്ടർ തന്നെയാണ് നമ്മൾ എഴുതുന്നത്, അവിടെയും വി എന്നാണ് പ്രൊനൗൺസിയേഷൻ. സെയിം തന്നെ ഡബ്ല്യുവിന് ജർമ്മനിൽ നമ്മൾ വായിക്കുക വേ എന്നാണ്, അതുകൊണ്ട് അതിന്റെ പേരും അത് തന്നെയാണ്. ദെൻ ഇക്സ്, ദെൻ വൈന്റെ പേര് ഉപ്സിലോൺ, പ്രൊനൗൺസിയേഷൻ ഉ എന്ന് തന്നെയാണ്. ദെൻ സെറ്റ്, ദെൻ എന്നൊരു പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത്. പിന്നെ വരുന്ന ഇതിൽ പുതിയൊരു വേർഡാണ് ആ ഉംലൗട്ട്. ഈ ഉംലൗട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേർഡിനെ ഒന്ന് സോഫ്റ്റൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് ആയനെ നമുക്ക് എ എന്ന് പറയാൻ ഇ എന്ന അക്ഷരം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അതല്ലാണ്ട് നമുക്ക് ചില ഇൻസ്റ്റൻസിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യണതാണ് എന്ത്? ആ ഉംലൗട്ട്, അതിനെ വായിക്കുക എ എന്നാണ്. സിമിലർലി നമ്മള് ഉ എന്നല്ലേ യുവിനെ വായിക്കാൻ പറഞ്ഞത്, അതിനെ കുറച്ചൊന്ന് സോഫ്റ്റൻ ചെയ്ത് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് യു എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് യു ഉംലൗട്ട്. അതുമാതിരി തന്നെ ഓനും സോഫ്റ്റ് ആയിട്ട് പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഓ ഉംലൗട്ട്. ദെൻ നിങ്ങൾക്ക് ഒരു പുതിയ വേർഡാണ് ഇതായിരിക്കാം. ഇത് നമ്മുടെ ബീറ്റ പോലത്തെ ഒരു വേർഡാണ്. അതിനെ നമ്മൾ വായിക്കുക എസ് എച്ച് എന്നാണെങ്കിലും അതിന്റെ യൂസേജ് എന്ന് പറയുന്നത് ഷാർപ്പ് എസ്, അതായത് 2 എസ് വരുന്ന ചില ഇൻസ്റ്റൻസിൽ മാത്രമേ അത് വരുന്നുള്ളൂ. സോ നമുക്ക് ബാക്കിയുള്ള ഒരു ലാംഗ്വേജിന്റെ പോലെ ഒന്നേന്ന് തൊട്ട് പുതിയൊരു ആൽഫബറ്റ്സ് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ മാത്രം പഠിച്ചാൽ മതി. അത് തന്നെയാണ് ജർമ്മൻ ലാംഗ്വേജിന്റെ മെയിൻ ഒരു ഗുണം.
പിന്നെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ലാംഗ്വേജ് ആയിട്ട്, നന്നായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. സോ നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ചിന്തിച്ച് ഡയറക്റ്റ് അത് ജർമ്മനിലേക്ക് ആക്കാൻ വളരെ ഈസിയാണ്. കാരണം മലയാളമായിട്ട് അത്രയും അത് കണക്റ്റഡ് ആണ്. സിമിലർലി ഇംഗ്ലീഷുമായിട്ടും കണക്റ്റഡ് ആണ്. ഓക്കെ, സോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നതാണ്. ഇപ്പൊ ആക്കി നമ്മൾ ആപ്പിൾ അല്ല ഇംഗ്ലീഷ് പഠിച്ചത്, ഇവിടെ വായിക്കാം ഏനെ നമ്മൾ എന്താ വായിക്കുക ആ, പീനെ എന്താ വായിക്കുക പ്. അപ്പൊ ആപ്പ്, എഫിന് ആപ്പ്, എ ഇനയല്ലേ വായിക്കുക, സോ എ എൽ, സോ ആപ്പൽ. ഓക്കെ, ഇപ്പൊ നമ്മൾ എഴുതുന്ന എല്ലാ സ്പെല്ലിങ്ങും അങ്ങനെ തന്നെ വായിക്കണം, ആപ്പൽ. സോ അപ്പൊ ഇത് എന്ത് വരും, നമ്മള് ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ടത് ഏനെ എന്താണ് വായിക്കുക ആ എന്നാണ് ജർമ്മനിൽ വായിക്കുക. സോ എന്തായിരിക്കും ഇത് വരിക, ബാൾ. ഓക്കെ, ബാൾ. ഇതെന്താണ്, സേ ഡേ. ഓക്കെ, ഇത് നിങ്ങൾക്കറിയാലോ, ഡോയ്റ്റ്, ഡോയ്ച്ച്. ഈ മിക്സ് വേർഡ് ഒക്കെ നമ്മൾ ഓരോ റൂൾ ഉണ്ട് വായിക്കാൻ, അത് നിങ്ങൾക്ക് പഠിച്ചാൽ മതി, ഈസിയാണ്, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ വരാവുന്നതേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ഇതെന്താ വായിക്കുക, എ എൽ എ, അപ്പൊ എന്താ എൽ എഫ്, എൽഫ് ആൻഡ്, എൽഫാൻഡ്. സിമിലർലി ഇങ്ങനെ വളരെ ഈസിയാണ്. എന്തൊക്കെ വേർഡ്സ് നമ്മൾ അവിടെ എഴുതുന്നു അതെല്ലാം തന്നെ വായിക്കുക എന്നുള്ളതാണ് ജർമ്മനിലെ മെയിൻ കാര്യം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് നമ്പേഴ്സ് ഉണ്ട്. സിമിലർലി നമ്പേഴ്സിനും കുറച്ച് പ്രൊനൗൺസിയേഷൻസ്, കുറച്ച് വേർഡ്സ് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഇങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സീറോനെ നുൾ, നമ്മൾ നിൽ എന്നല്ലേ പറയാ, അതുമാതിരി നുൾ. ദെൻ ഒന്നിന് ഐൻസ്, രണ്ടിന് സ്വൈ, ദ്രൈ, ഫിയർ, ഫ്യുൻഫ്, സിക്സ്, സീബൻ, ആക്ട്, നൊയൻ, സെയിൻ. അങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സ് പറയാം. വളരെ ചെറിയ ചെറിയ പേരുകളാണ് നമുക്കുള്ളത്. ജസ്റ്റ് അത് വളരെ ഈസി ആയിട്ട് നമുക്കത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ഇതൊക്കെ പലരും കേട്ടിട്ടുള്ള ഒരു ഇതായിരിക്കും. ഇപ്പൊ ജർമ്മനെ പറ്റി എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അന്വേഷിച്ചപ്പോഴും കണ്ടപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ജർമ്മൻ ഗ്രീറ്റിംഗ്സ്. ഗുറ്റൻ മോർഗൻ, ഗുറ്റൻ ആബൻഡ്, ഗുറ്റൻ ടാഗ്. അതൊക്കെ എന്താണ്? ഗുറ്റൻ മോർഗൻ എന്ന് പറയുന്നതാണ് എന്താണ് ഗുഡ് മോർണിംഗ്. ഗുറ്റൻ ആബൻഡ് എന്ന് പറയുന്നതാണ് ഗുഡ് ഈവനിങ്. ഗുറ്റൻ ടാഗ് ഗുഡ് ഡേ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരാളെ, നിങ്ങൾക്ക് ഇനി ഇത് കഴിഞ്ഞിറങ്ങുമ്പോ നിങ്ങൾക്ക് ഒരാളെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു വേർഡാണ് ഗുറ്റൻ മോർഗൻ. അല്ലെങ്കിൽ ടൈം നോക്കാണ്ട് പറയണമെങ്കിൽ ഗുറ്റൻ ടാഗ് പറഞ്ഞു. കാരണം ഒരാൾക്ക് നല്ല ദിവസമായിരിക്കട്ടെ എന്ന വിഷയം എന്താണ് ഗുറ്റൻ ടാഗ്. ഓക്കെ, സോ ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ ഹൗ ആർ യു എന്ന് ചോദിക്കണമെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ് വി ഗേറ്റ്സ്. വി ഗേറ്റ്സ്, അത്രേ ഉള്ളൂ ഹൗ ആർ യു എന്ന് ചോദിക്കാനായിട്ട്. സോ അത്രയും ഈസിയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഈസിയാണ് ജർമ്മൻ ലാംഗ്വേജ് എന്നുള്ളത്. പിന്നെ ജർമ്മൻ ലാംഗ്വേജിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു സ്ട്രക്ചേർഡ് ആണ്. അതായത് ഇന്ന ലോ ഇന്നതിന്, ഇന്ന ലോ ഇന്നതിന്, അല്ലാണ്ട് എക്സെപ്ഷൻസ് എന്ന് പറയുന്ന സംഭവമില്ലേ. നമുക്ക് ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാവുന്ന ഒരു കാര്യമാണ്, എന്ത് പഠിച്ചാലും നെക്സ്റ്റ് വരിക ഒരു എക്സെപ്ഷൻ ആയിരിക്കും. നമുക്ക് അത് ജർമ്മനിൽ വളരെ കുറവാണ്. വളരെ റയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ ഒരു എക്സെപ്ഷൻ എന്നുള്ളൊരു ഇഷ്യൂ വരുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും എന്താണോ ലോ ആ ലോ പാലിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ജർമ്മൻ നമുക്ക് പഠിക്കാനായിട്ട്. അത് കാരണം എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രക്ചേർഡ് ആണ്. പിന്നെ നമുക്ക് ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡെയിലി വർക്ക് ചെയ്യുക, ഡെയിലി പുതിയ വേർഡ്സ് പഠിക്കുക. അത് തന്നെ നിങ്ങൾ A1 തൊട്ട് ചെയ്ത് കഴിഞ്ഞാൽ B2 നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്താണ് ലാംഗ്വേജ് എന്നുള്ള ഒരു ഓവർവ്യൂ കിട്ടിയെന്ന്. Yeah, thank you so much, Jarina ma'am. That was a wonderful explanation. That was a wonderful demo. Yeah, thank you so much. Yeah, എനിക്ക് തോന്നുന്നു ജർമ്മൻ ലാംഗ്വേജ് എത്ര ഈസി ആണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ നമ്മുടെ വിൻസ്പയർ അക്കാഡമിയിൽ ആക്ച്വലി നമ്മുടെ ഒരു കുറെ ഡെമോസ് കണ്ടതിന് ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ഒരു 2-3 ഡെമോ കണ്ടതിന് ശേഷം ആക്ച്വലി ഞാൻ ജർമ്മൻ ലാംഗ്വേജ് അത്ര ഒന്നും അറിയാത്ത ഒരാളായിരുന്നു. ബട്ട് ഡെമോ കണ്ടിട്ട് ഒരു 2-3 ഡെമോ കാണുമ്പോഴേക്കും ആ ആൽഫബറ്റ്സ് ഒക്കെ ഞാൻ പഠിച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം. കാരണം നിങ്ങളിപ്പോ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചിലപ്പോ ആൽഫബറ്റ്സ് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നില്ല, ആ ബാസ് ആ ഒരു ഇത് നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവില്ല. ബട്ട് അഫ്കോഴ്സ് ആ ഒരു പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇത് തോന്നിയാലും ഒരു 2-3 പ്രാവശ്യം കേൾക്കുമ്പോഴേക്കും നിങ്ങൾ അത് ഈസി ആയിട്ട് പഠിക്കും കേട്ടോ. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാണ്. സോ അഫ്കോഴ്സ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു ഡെമോ കൂടെ കേട്ടോട് കൂടിയിട്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് വേർഡ്സ് ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആപ്പിൾ ആണെങ്കിൽ
ആപ്പിൾ എന്നാണ് പറയുക. സോ ഇറ്റ്സ് സിമിലർ വേർഡ്സ് ദേ ആർ യൂസിങ്. കുറെ സിമിലർ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പോ എന്തായാലും ലാംഗ്വേജ് ഒരു ബുദ്ധിമുട്ടല്ല എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് ജെറീന മാം പറഞ്ഞു തന്നു. വളരെ രസകരമായിട്ട് തന്നെ നിങ്ങൾക്ക് അത് ആ ഒരു പ്രസന്റേഷനിൽ കൂടെ മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് എല്ലാവരെയും ഇനി ഞാൻ ഇൻസ്പയറിൽ എത്രയും വേഗം കാണാൻ സാധിക്കട്ടെ. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം അധികം ഡിലേ ആവരുത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇൻടേക്കിൽ തന്നെ നമുക്ക് പോകാൻ പറ്റണം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എത്രയും വേഗം തന്നെ നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യാം ജർമ്മൻ ലാംഗ്വേജിന്. ഹോപ്പ് ടു സീ യു സൂൺ അറ്റ് അവർ ഓഫീസ്. ഓക്കെ, ഓഫീസിൽ എത്രയും വേഗം നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. ആക്ച്വലി അനൻസായി നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓൺലൈൻ ക്ലാസ് ആണോ എന്നുള്ളതാണ്. രണ്ടും അവൈലബിൾ ആണ്. വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഓൺലൈൻ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ എടുക്കാം. 3 ബ്രാഞ്ചസ് ആണ് വരുന്നത്. കോട്ടയം വരുന്നുണ്ട്, ഇപ്പൊ കൊല്ലത്തുനിന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, അപ്പോ കോട്ടയത്ത് എടുക്കാം, അല്ലെങ്കിൽ എറണാകുളത്ത് ഉണ്ട്, തൃശ്ശൂർ ഉണ്ട്. ഓക്കെ, അപ്പൊ എവിടെ വേണമെങ്കിലും എടുക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം വൺസ് അഗൈൻ.